റഫേലെ ക്രിക്കറ്റ് ഗ്രൗണ്ടാണ്. ഞാൻ ആദ്യം വന്നപ്പോൾ ഇതൊരു ഖബറിസ്ഥാനാണ്, ഒരു പഴയ ഖബറിസ്ഥാനാണ്. അപ്പം ഇവിടെ ഇങ്ങനെ പട്ട് പോലത്തെ സാധനങ്ങൾ കിടക്കും. നോക്കി കഴിഞ്ഞപ്പോൾ തന്നെ ആദ്യം പട്ടാണ് വന്നത്, പിന്നെ മനസ്സിലായി ടേപ്പാണ്. ടേപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ നാട്ടിൽ ഉപയോഗിക്കുന്നത് ഹെവി ടെന്നീസ് ബോളാണ്. പക്ഷേ ഈ പാകിസ്ഥാനികൾ, നോർത്ത് ഇന്ത്യൻസൊക്കെ ഉപയോഗിക്കുന്നത് ലൈറ്റ് ടെന്നീസ് ബോളാണ്. എന്നിട്ട് അതിൽ ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. എന്നിട്ട് അതിൻ്റെ മുകളിൽ ടേപ്പ് ചുറ്റും. അപ്പോൾ അതുകൊണ്ട് പാകിസ്ഥാനിൽ കൂടുതൽ ബൗളേഴ്സ് ഭയങ്കര സ്പൈസ് ബൗളർമാരാണ് അതിൻ്റെ മെയിൻ കാരണം. കാരണം അവർ കാരണം അത് നമ്മുടെ ഈ ബോളിൻ്റെ ഈടില്ല. അപ്പോൾ അതിൻ്റെ വെയിറ്റ് കുറവുകൊണ്ട് അത്രയും ഹെവി ആയിട്ട് എറിഞ്ഞാൽ മാത്രമാണ് അത് അത്രയും ഫാസ്റ്റായിട്ട് പോകുള്ളൂ. പക്ഷെ അതിലും എല്ലാം പേസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ കളിക്കുന്ന മലയാളികളാണ്. ബഹ്റയും പ്രതിഭയും വേറെ ടീം കളിക്കുന്നത്. ചുമ്മാ രാവിലെ ഒന്ന് കളി കാണാൻ ഇറങ്ങിയതാണ്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് കളി കാണുന്നത്. ഇവിടെ വന്നിട്ട് ഇതുവരെ കളി കണ്ടിട്ടില്ല. ജസ്റ്റ് വന്ന് രസമുണ്ട്. കാരണം ഇപ്പോൾ ഒരു ചൂടൊന്നും ആയിട്ടില്ല. ഇപ്പോൾ സമയം തന്നെ 6:45, 6:05 ആയിട്ടുള്ളൂ. പ്രതിഭയാണ് ബാറ്റ് ചെയ്യുന്നത്. മറ്റൊരു ടീം 116 റൺസ് അടിച്ചു. ഇനി ഇവർക്ക് 4 ഓവറിൽ വേണ്ട 60 റൺസ് അടിക്കിട്ട് വേണം. അതാണ്. നിങ്ങൾ ടീമേതാ? വാരിയേഴ്സ് ടീം വാരിയറും ബഹ്റിൻ പ്രതിഭയായിട്ടാണ് ടീം. ഇവിടെ ഫുട്ബോൾ അതും കൂടെ ഉണ്ട്. ക്രിക്കറ്റിൻ്റെ പിച്ചൊക്കെ കോൺക്രീറ്റ് നല്ല സെറ്റാക്കി എടുത്തേക്കണം. ഒരു വാലിയാണ്. കണ്ടോ ഇവിടെ ഒരു താഴെ ഇവിടെ ഒരു 2023 വെള്ളപ്പൊക്കം വന്നപ്പം ഭയങ്കരമായിട്ട് വെള്ളം വന്ന സ്ഥലമാണ്. 23 മഴ ഒരു നിർത്താതെ പെയ്തു. ഒത്തിരി ഡൗൺ ആയിട്ടുള്ള ഇവിടെ വെള്ളം വന്നു കഴിഞ്ഞാൽ താഴത്തില്ല. വെള്ളത്തിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇതിന് താഴെ ഒരു 1.5 അടിക്ക് താഴെ ഇതാണ് കരിങ്കല്ലാണ്. ഇതിൻ്റെ അടുത്ത് ലെയർ മണ്ണ് കുറച്ചേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ രാവിലെ ക്രിക്കറ്റ് കളി വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കളികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശേഷം കളി തീരാറായി. പക്ഷേ എനിക്ക് പോകേണ്ടതായിട്ടുണ്ട്, അതുകൊണ്ട് പോവുകയാണ്. ക്രിക്കറ്റ് കളി ഇൻ ബഹ്റിൻ.